എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ജൂൺ 15-ാം തീയതിയാണ്. ഇപ്പോൾ നല്ല മഴയാണ്, കുറച്ച് ദിവസമായിട്ട് നല്ല മഴയുണ്ട്. നാളെ സ്കൂളുകൾക്കൊക്കെ മുടക്കം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടികളുടെ വീഡിയോസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും റിക്വയർമെൻറ്റ്സ് ഉണ്ട്, പക്ഷേ മഴയൊക്കെ കാരണം കൊണ്ട് നമ്മൾ കുറച്ചൊന്ന് ലാഗ് ചെയ്തേക്കാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ടൈമിലാണ് നമുക്കൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് യൂട്യൂബിലേക്ക് വരണം ഒരു ആശയം നമുക്ക് തോന്നിയത്. വേറെ ഒന്നുമല്ല, നമുക്ക് ഒരു 50,000 അല്ലെങ്കിൽ ഒരു 60,000 രൂപ ബഡ്ജറ്റിൽ വാങ്ങാൻ പറ്റാവുന്ന, സജസ്റ്റബിളായിട്ട് വാങ്ങാൻ പറ്റും, നമുക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റാവുന്ന ഒരു 4 വണ്ടികളെങ്കിലും നമുക്കൊന്ന് പരിചയപ്പെടാം എന്നുള്ള രീതിയിലാണ് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ മഴയൊക്കെയാണ്, എല്ലാവരും സേഫായിട്ട് തന്നെ വീട്ടിലിരിക്കുക, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊന്നും പുറത്തു പോകാണ്ടിരിക്കുക, കൂടുതലും ഈ ഹില്ലി ഏരിയസിലൊക്കെ പോകാണ്ടിരിക്കുക. കാരണം മഴയൊക്കെ വരുമ്പോൾ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ടെന്ന് കാണുമ്പോൾ പലരും പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ ഒരുപാട് റിസ്ക്കുകളൊന്നും വിളിച്ചു വരുത്താണ്ടിരിക്കുക. അപ്പോൾ അതൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോയിൽ തുടങ്ങാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വണ്ടി ഏതാണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന വണ്ടി മാരുതി 800. മാരുതി 800നെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡ്രൈവിംഗ് പഠിച്ചിട്ടുള്ളത് മാരുതി 800-ലായിരിക്കും. കാരണം ഒരു 2005 തൊട്ട് പിന്നെ ഏറ്റവും കൂടുതൽ ഡ്രൈവിംഗ് സ്കൂളുകാർ യൂസ് ചെയ്യുന്ന വണ്ടി മാരുതി 800-ആണ്. ഇപ്പോൾ ഒരുപാട് വണ്ടികൾ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ബേസിക്കലി ഒരുവിധ ആൾക്കാരെല്ലാം പഠിച്ച വണ്ടി ഒരു മാരുതി 800 ആയിരിക്കും. അപ്പോൾ നമുക്ക് മാരുതി 800 റിലയബിൾ ആയിട്ടുള്ളൊരു വണ്ടിയാണ്. കാരണം ഒരു വലിയൊരു ബൈക്ക്, ഒരു ബുള്ളറ്റ് നമുക്ക് റിപ്പയർ ചെയ്യുന്ന അത്രയും കോസ്റ്റ് ആ വണ്ടിക്ക് വരുന്നില്ല എന്നുള്ളതാണ് ശരിക്കും സത്യം. മേജറായിട്ടുള്ള പണികളൊന്നും വരാറില്ല, വന്നാൽ തന്നെ നമുക്ക് ഒരുപാട് എക്സ്പെൻസീവ് ഒന്നും ആവില്ല മറ്റു വണ്ടികളൊക്കെ അപേക്ഷിച്ച്. അപ്പോൾ നമുക്ക് ഈ വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു 20,000 രൂപ തൊട്ട് വണ്ടി നമുക്ക് കിട്ടാനുണ്ട്. പക്ഷേ നിങ്ങൾ വണ്ടി വാങ്ങുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം മോഡൽ കുറഞ്ഞ വണ്ടികൾ വാങ്ങുമ്പോൾ ക്രേസോ പാഷനോ ഉണ്ടെങ്കിൽ വാങ്ങിക്കാം. കാരണം ഇനിയിപ്പോൾ 15 വർഷം വണ്ടികൾ നിർത്തില്ല, 15-20 വർഷം കഴിഞ്ഞാൽ വണ്ടികൾ ഒരിക്കലും പൊളിച്ച് കളയണമെന്ന് പറയില്ല, പക്ഷേ ഫിറ്റ്നസ് ഇല്ലെങ്കിൽ പൊളിച്ച് കളയേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ ഒരു കേസ് വരാൻ അതിനെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാവർക്കും അറിയാം, പൊള്യൂഷൻ കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം അത് എന്ന് പറയുന്നത് വണ്ടി ഇതുപോലെ ഫിറ്റ്നസ് കിട്ടാതിരിക്കുന്നതിൻ്റെ ഒരു മുന്നോടിയാണ് ഈ പൊള്യൂഷൻ കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ. വണ്ടി പൊള്യൂട്ടഡ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ വണ്ടിയുടെ ഫിറ്റ്നസ് റദ്ദാക്കുക, അതാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഒരു നയം വരുന്നത്. അപ്പോൾ ഇപ്പോൾ പലർക്കും വണ്ടികൾ ഇതുപോലെ തന്നെ ഫിറ്റ്നസ് കിട്ടാൻ ബുദ്ധിമുട്ട് കാണിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ഇഷ്യൂസ് വരുമ്പോൾ നിങ്ങൾ ഫിറ്റ്നസ് ഉള്ള അല്ലെങ്കിൽ പൊള്യൂഷനൊക്കെ പ്രോപ്പറായിട്ട് കിട്ടുന്ന വണ്ടികൾ മാത്രം എടുക്കാൻ നോക്കുക. 20,000 രൂപ തൊട്ട് വണ്ടികൾ കിട്ടാനുണ്ട്. നമുക്കൊരു 65-70 രൂപ വരെ നല്ല വണ്ടികൾ 2007-8 മോഡലൊക്കെ കിട്ടാനുണ്ട്. ഞാൻ കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത് ടെസ്റ്റ് കഴിഞ്ഞ വണ്ടികൾ എടുക്കാനാണ്. അതായത് ടെസ്റ്റ് റീസെൻ്റ്ലി ഒരു 3 വർഷം 4 വർഷമെങ്കിലും ടെസ്റ്റ് ഇനിയുള്ള വണ്ടികൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് വലിയൊരു എക്സ്പെൻസ് ഇല്ലാണ്ട് വണ്ടി എടുക്കാം. ചിലപ്പോൾ നമുക്ക് 2001 മോഡൽ വണ്ടിക്കൊക്കെ ചിലപ്പോൾ ഒരു 48,000 രൂപ കൊടുക്കേണ്ടി വന്നേക്കാം. അത്രയും വിലയില്ല. എന്നാലും നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വണ്ടിക്ക് ടെസ്റ്റ് ഉണ്ട്, ഒരു 3 വർഷത്തെങ്കിലും മിനിമം പേപ്പർ ഉണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി വാങ്ങുന്ന വിലയിൽ ലാഭിക്കുന്ന കാശ് നമുക്ക് ഈ പേപ്പർ വർക്കുകൾ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് സ്പെൻഡ് ചെയ്യേണ്ടി വരില്ല. കാരണം ഒരു മാരുതി 800 അങ്ങനത്തെ പോലെ വണ്ടി എടുക്കുന്ന ഒരാളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആസ് എൻ ഇനീഷ്യൽ കാർ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പഠിക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ റേഞ്ചിലേക്ക് എടുക്കണ്ടാവുക. അവരുടെ മാക്സിമം ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു 1-2 വർഷം ഉപയോഗിക്കുക എന്നതായിരിക്കും. അത് കഴിഞ്ഞാൽ ആ കാർ അപ്ഗ്രേഡേഷൻ ആയിരിക്കും കൂടുതൽ പേരും ചിന്തിക്കുക. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഈ 2 വർഷത്തിനുള്ള ഒരു ടെസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കത് പിന്നെ ഒരു എക്സ്പെൻസീവ് ആണ്. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് മാത്രം നമ്മൾ ഒരു 3 വർഷം അല്ലെങ്കിൽ 4 വർഷമെങ്കിലും പേപ്പറുള്ള വണ്ടികൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. അതിനുവേണ്ടി ഒരു 5-10 രൂപ കൂടുതൽ പോയാലും നമ്മളതിൻ്റെ വിഷയം വിചാരിക്കേണ്ട. പിന്നെ ഒരു കാര്യം, മാരുതി 800 എടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും ഏറ്റവും ലാഭത്തിൽ വണ്ടി എടുക്കുക എന്നതിനുപരി നല്ല വണ്ടിയാണോ എന്ന് നോക്കി ചെക്ക് ചെയ്യുക. നല്ല വണ്ടി എടുത്താൽ നമ്മളൊരു 10 രൂപ കൂടുതൽ കൊടുത്താലും നമ്മൾ മെയിൻ്റനൻസിന് കാശ് വലിയ കാര്യമായിട്ട് കൊടുക്കാണ്ട് നമുക്ക് എടുക്കാം. പക്ഷേ നമ്മൾ ഏറ്റവും വില കുറച്ചൊരു വണ്ടി, മോശം കണ്ടീഷനുള്ള വണ്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന് ഇഷ്ടംപോലെ പൈസ നമ്മൾ അതിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടി ഇറക്കേണ്ടി വരും. അപ്പോൾ മാരുതി 800 ആണ് ഒരു വണ്ടി. മാരുതി 800 കുറിച്ച് പറയുകയാണെങ്കിൽ 800cc 4 സ്പീഡ് വേരിയൻറ്റ് വരുന്നുണ്ട്, 5 സ്പീഡ് വേരിയൻറ്റ് വരുന്നുണ്ട്, AC ഉള്ള വണ്ടി വരുന്നുണ്ട്. DX എന്ന് പറഞ്ഞാൽ AC ഉള്ള വണ്ടിയാണ്. 2005 ശേഷം AC തന്നെയാണ് അതിൻ്റെ ബാഡ്ജിങ് വരുന്നത്. അപ്പോൾ ഏറ്റവും നല്ലത് 4 സ്പീഡ് MPFI കാർബറേറ്ററും വരുന്നുണ്ട്, MPFI വരുന്നുണ്ട്. 99 ശേഷം MPFI രണ്ടും മിക്സറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഏറ്റവും നല്ലത് MPFI വണ്ടി, AC ഉള്ള വണ്ടി, 4 സ്പീഡ് ഗിയർ ബോക്സ്, MPFI AC ഉള്ള വണ്ടി എടുക്കുക. ഒരു 50,000-60,000 രൂപയ്ക്ക് നല്ല വണ്ടി കിട്ടാറുണ്ട്. നല്ല വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഒരു ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 18 കിലോമീറ്റർ മേലെ മൈലേജ് നമുക്ക് കിട്ടും. ഈ വണ്ടിക്കാണെന്നുണ്ടെങ്കിൽ ഗ്യാസ് അങ്ങനെ കയറ്റാത്ത വണ്ടി എടുത്താൽ ഏറ്റവും നല്ലതായിരിക്കും. കയറ്റാത്ത വണ്ടികളായിരിക്കും കൂടുതലും കിട്ടുന്നുണ്ടാവുക. AC ഒക്കെ വർക്കിങ്ങുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ലോങ് പോകാനായിട്ടും പറ്റും. പിന്നെ ആ വണ്ടിക്ക് നമുക്ക് മേജറായിട്ടുള്ള പണികളൊന്നും വരില്ല. ഓയിൽ സർവീസ് കറക്റ്റായിട്ട്, അതായത് 10,000 കിലോമീറ്റർ എന്നുണ്ടെങ്കിൽ 8,000 കിലോമീറ്ററെങ്കിലും കൂടുമ്പോൾ ഓയിൽ ചേഞ്ച് ചെയ്യുക. ഓയിൽ ചേഞ്ച് ചെയ്യാനായിട്ട് നിസ്സാരം ഒരു 1,800 രൂപയ്ക്ക് നമുക്ക് ചിലവുള്ള ഫിൽറ്റർ അടക്കം വരുന്നത്, അതിന് താഴെ വരുന്നുള്ളൂ.
അപ്പോൾ ആ റേഞ്ചിൽ നമുക്ക് വണ്ടി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുകൊടുക്കാം. ടയറൊക്കെ 12 ഇഞ്ച് വരുന്നത്. ടയറിന് വരുന്ന വില 2400 രൂപ 2300 ആ റേഞ്ച് ടയറിന് വരുള്ളൂ. പിന്നെ അതിൻ്റെ മേജറായിട്ടുള്ളൊരു ഭാഗങ്ങൾ എന്ന് പറയാനായിട്ട് നമുക്ക് അങ്ങനെ എ സിക്ക് കംപ്ലയിൻറ്റ് വന്നാൽ മാത്രമാണ് എന്തെങ്കിലും ചെറിയൊരു എക്സ്പെൻസീവ് ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി കൊണ്ടു നടക്കാൻ പറ്റിയ വണ്ടിയാണ്. പിന്നെ ഇതിലൊരു കാര്യമുണ്ട്, പവർ സ്റ്റിയറിംഗ് കയറ്റാൻ നമുക്ക് മാരുതി എയ്റ്റണിൽ പവർ സ്റ്റിയറിംഗ് കയറ്റാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടോ പവർ സ്റ്റിയറിംഗ് കയറ്റണേൻ്റെ. അപ്പോൾ നമുക്ക് ഈ മാരുതി എയ്റ്റണിൽ പവർ സ്റ്റിയറിംഗ് കയറ്റാൻ വേണ്ടിയിട്ട് നമുക്കൊരു 10,000 രൂപയോളം ചിലവ് വരുന്നുള്ളൂ. ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്താണെങ്കിൽ നമുക്ക് സ്ഥാപനങ്ങളുണ്ട്. ഞങ്ങളിപ്പോൾ ചെയ്യുന്നത് കൊടുങ്ങല്ലൂരിൽ നമുക്ക് സ്ഥാപനമുണ്ട്. അവരുടെ അടുത്ത് കൊണ്ടുപോയിട്ട് ചെയ്യുന്നത് ഒരു 10,000 രൂപ 12,000 രൂപ റേഞ്ചാണ് നമുക്കിതിന് പവർ സ്റ്റിയറിംഗ് കയറ്റാൻ വേണ്ടി വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങളൊരു 60,000 രൂപയ്ക്ക് ഒരു അല്ലെങ്കിൽ 50,000 രൂപയ്ക്ക് 800 എടുത്തിട്ട് അതിലൊരു പവർ സ്റ്റിയറിംഗ് കയറ്റി കഴിഞ്ഞാൽ ഒരു LXI ഫോർമാറ്റിൽ നമുക്ക് അതിനെ കൊണ്ടു നടക്കാൻ പറ്റും. അപ്പോൾ ഏറ്റവും കോമ്പാക്റ്റ് ആയിട്ട് ഏറ്റവും കാശ് വരെ നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഏറ്റവും റിലയബിൾ ആയിട്ടൊരു കാർ എന്ന് പറഞ്ഞാൽ ഇന്നും 800 ആണ്. അപ്പോൾ അതാണ് ഫസ്റ്റ് കാർ. സോ രണ്ടാമത് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ഓൾട്ടോ ആണ്. ഓൾട്ടോ പറയാന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾട്ടോ ലീസ്റ്റ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു 45,000 50,000 ആ റേഞ്ചിനൊക്കെയാണ് നമുക്കിപ്പോൾ വണ്ടികൾ കിട്ടാനുള്ളത്. പക്ഷേ അതിൻ്റെ ഹയസ്റ്റ് ബഡ്ജറ്റ് എന്ന് 1.5 ലക്ഷം വരെ പോകുന്നുണ്ട്. കാരണം ഇപ്പോഴും ഒരു 2011 12 മോഡൽ ഓൾട്ടോക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1.35 1.40 വരെ കൊടുക്കേണ്ട അവസ്ഥകൾ വരുന്നുണ്ട് VXIക്കൊക്കെ. അപ്പോൾ നമുക്ക് ഇപ്പോൾ നോക്കുമ്പോൾ ഒരു ഓൾട്ടോ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഓൾട്ടോ LX എന്ന് പറഞ്ഞാൽ AC മാത്രമുള്ള വേരിയൻ്റ് ആണ്. അത് നമുക്കൊരു 60 രൂപ അല്ലെങ്കിൽ ഒരു 50-60 രൂപ ആ റേഞ്ചിനൊക്കെ നമുക്ക് 2004 2003 ആ മോഡലൊക്കെ കിട്ടാനുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുന്ന ആളുകാണെന്നുണ്ടെങ്കിൽ ഒരു 2004 അതായത് ടെസ്റ്റ് ജസ്റ്റ് കഴിഞ്ഞ വണ്ടികൾ അങ്ങനെ നോക്കിയിട്ട് എടുക്കുകയാണെങ്കിലും നമുക്ക് അഫോർഡബിൾ ആയിരിക്കും. വണ്ടിയുടെ മെക്കാനിക്കൽ ഭാഗം നോക്കുക. കാരണം 800 എന്താണോ സെയിം തന്നെയാണ് ഓൾട്ടോ വരുന്നത്. എഞ്ചിനെല്ലാം സെയിം ആണ്. ഗിയർ ബോക്സിൽ വ്യത്യാസമുണ്ട്, അതുപോലെ തന്നെ ഗിയർ ബോക്സ് വ്യത്യാസമുണ്ട്. പിന്നെ ജസ്റ്റ് പ്ലാറ്റ്ഫോമിന് ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ട്. മേജറായിട്ടുള്ള വ്യത്യാസങ്ങൾ വേറെ ഒന്നും വരുന്നില്ല. പിന്നെ അതിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പവർ സ്റ്റിയറിങ് LXൽ വരുന്നില്ല, പക്ഷേ അത് നമുക്ക് ഇതുപോലെ തന്നെ 800 ചെയ്ത പോലെ തന്നെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ രണ്ടാമത് നമുക്ക് സജസ്റ്റ് ചെയ്യുന്നൊരു ഓപ്ഷൻ ഓൾട്ടോ ആണ്. ഓൾട്ടോൻ്റെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ലുക്കാണ്. 800 വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഓൾട്ടോ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആണ്. പിന്നെ ഓൾട്ടോയിലാണെങ്കിൽ കുറച്ചും കൂടി മോഡിഫിക്കേഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ Type 1 എടുക്കാൻ Type 2ലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇതിലും വരുന്നത് 12 ഇഞ്ച് ടയേഴ്സാണ്. അപ്പോൾ വേറെ കാര്യമായിട്ടുള്ള എക്സ്പെൻസ് ഒന്നും വരില്ല. ഓയിൽ ചേഞ്ച് ഒക്കെ സെയിം കോസ്റ്റ് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഒരു 50 രൂപ 60 രൂപ ആ റേഞ്ചിലൊക്കെ എടുക്കാൻ പറ്റിയ ഓൾട്ടോ ഉണ്ട്. പവർ സ്റ്റിയറിംഗ് ഇൻബിൽട്ട് വരുന്ന ഓൾട്ടോസ് നമുക്ക് കിട്ടും. ഒരു 70 രൂപ ആ റേഞ്ചിലൊക്കെ ആണെങ്കിൽ നല്ല വണ്ടികൾ അതും കിട്ടാനുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ സിംഗിൾ ഓണർ ഇത്രയും പഴക്കമുള്ള വണ്ടിയിൽ സിംഗിൾ ഓണർ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. സെക്കൻഡ് ഓണർ അല്ലെങ്കിൽ തേർഡ് ഓണർ ഇതിന് കൂടുതൽ ഓണർഷിപ്പുള്ള വണ്ടികൾ എടുക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വണ്ടി പല രീതിയിൽ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ മാക്സിമം നമ്മൾ ഫാമിലി പർപ്പസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വണ്ടി അധികം യൂസ് ചെയ്യാത്ത ഒരാൾ എടുക്കുകയെന്നുണ്ടെങ്കിൽ മാക്സിമം ഓണർഷിപ്പ് അധികം ആവാത്ത വണ്ടികൾ എടുക്കുക. അതുപോലെ കിലോമീറ്ററും അധികം ആവാത്ത വണ്ടികൾ എടുക്കാൻ നോക്കുക. പക്ഷേ നമുക്ക് കിലോമീറ്ററിൻ്റെ കാര്യം നമുക്ക് ജെനുവിൻ പറയാൻ പറ്റില്ല. ചില വണ്ടികളൊക്കെ ഒരു 1 lakh ആ റേഞ്ച്. 1 lakh എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു കൂടുതലല്ല. പക്ഷേ എന്നാലും റെഗുലർലി സർവീസ്ഡ് ആണോ, പൊള്യൂഷൻ എന്താ പറയുക, നമ്മൾ പുകയുണ്ടോ, ഓയിൽ ലീക്കേജ് ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ, പാച്ച് വർക്ക് ഉണ്ടോ, ഇതൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ വണ്ടി എടുക്കാനായിട്ട്. മൂന്നാമത് നമ്മൾ പറയുന്ന കാറ് സാൻഡ്രോ ആണ്. സാൻഡ്രോ സിംഗ് ആണ് ഞാൻ ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത്. 2003 തൊട്ടാണ് സാൻഡ്രോ സിംഗുകൾ വന്നു തുടങ്ങിയത്. സാൻഡ്രോ സിംഗ് ആണ് കുറച്ചുകൂടി നമ്മൾ സജസ്റ്റബിൾ ആയിട്ടുള്ള വണ്ടി. സാൻഡ്രോ സിംഗിൻ്റെയാണ് GLS XL വേരിയൻ്റ് എന്ന് പറഞ്ഞിട്ടാണ് ആ സ്റ്റാർട്ടിങ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ AC-യും പവർ സ്റ്റിയറിംഗും ഉള്ള വണ്ടികളുണ്ട്, AC മാത്രമുള്ള വണ്ടികളുണ്ട്. നമുക്കൊരു 45-40 രൂപയായിട്ട് വണ്ടി കിട്ടാനുണ്ട്. ഒരു 60 രൂപയ്ക്കൊക്കെ ആണെങ്കിൽ നമുക്ക് AC-യും പവർ സ്റ്റിയറിംഗ് ഉള്ള വണ്ടികൾ, സെൻട്രൽ ലോക്കിംഗ് ഉള്ള വണ്ടികളൊക്കെ നമുക്ക് കിട്ടും. 2004 2005 മോഡലൊക്കെ നമുക്ക് കിട്ടാനുണ്ട്. അപ്പോൾ സാൻഡ്രോ നല്ലൊരു ടോൾ ബോയ് ഡിസൈനുള്ളൊരു നല്ലൊരു വണ്ടിയാണ്. ആ വണ്ടിയെക്കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ക്യൂട്ടാണ്, കാണാനൊക്കെയാണ് നല്ല ഷേപ്പ്. ഒന്നും മോഡിഫൈ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു അടിപൊളി ഷേപ്പ് എടുക്കാൻ പറ്റും. ഒരുപാട് കളേഴ്സ് ഉണ്ടായിരുന്നു. ബ്ലാക്ക് അടിപൊളി കളറായിരുന്നു, ചെറിയ റെഡ് വരുന്നുണ്ടായിരുന്നു, വൈറ്റ് വരുന്നുണ്ടായിരുന്നു. നല്ല ലുക്കുള്ള എനിക്കും വളരെ പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ് സാൻഡ്രോ എന്ന് പറയുന്നത്. ഒരു 1.1 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്. പവറുണ്ട്. ഇപ്പോൾ ഓൾട്ടോനൊക്കെ വെച്ച് നോക്കുമ്പോൾ പവറുണ്ട്. AC ആണെങ്കിൽ മാത്രം ചെറിയൊരു പദങ്ങളുള്ളൂ. പിന്നെ അതിനൊരു ഡ്രോബാക്ക് ഉണ്ട്, മൈലേജ് കുറവാണ്. ഒരു 14-15 മൈലേജ് കിട്ടുള്ളൂ. സോ എന്നാലും നമുക്ക് കുറച്ചും കൂടി ഒരു ടോൾ ബോയ് ഡിസൈൻ, കുറച്ചും കൂടി ഹൈറ്റിൽ ഇരിക്കാൻ പറ്റും, കംഫർട്ടായിട്ട് ഓടിക്കാം, ഒരു 5 പേർക്കൊക്കെ സുഖമായിട്ട് പോകാൻ പറ്റും. അങ്ങനത്തെ ഒരു വണ്ടിയാണ്. പിന്നെ ഈ വണ്ടി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ബെനിഫിറ്റ് ഉണ്ട്. ഓട്ടോ ഉള്ള ഒരാളാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കതിന് 2005 ശേഷമുള്ള വണ്ടിയാണെങ്കിൽ CNGയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും.
അപ്പോൾ നമുക്ക് ഈ ഒരു ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ് സാൻഡ്രോയ്ക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഓയിൽ ചേഞ്ച് ചിലവ് ഒരു 2000 റുപ്പീസ് അത്രേ വരുന്നുള്ളൂ. ടയേഴ്സ് വരുന്നത് 13 ഇഞ്ചാന്ന് തോന്നുന്നു. അപ്പോൾ അത് എന്നാലും നമുക്ക് വലിയൊരു എക്സ്പെൻസീവ് അല്ല. സാൻഡ്രോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, പാച്ച് വർക്ക് ഉണ്ടോ എന്ന് പ്രത്യേകം നോക്കുക. എഞ്ചിൻ പണികളൊക്കെ ഉണ്ടെങ്കിൽ മാരുതിന് വണ്ടിയിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി കോസ്റ്റ് കൂടുതലുണ്ട് സാൻഡ്രോയുടെ പാർട്സിന് വരുമ്പോൾ. അത് മാത്രം ഒരു കാര്യം പറയാനുള്ളൂ. ബട്ട് ബേസിക്കലി നല്ലൊരു വണ്ടിയാണ് സാൻഡ്രോ. സോ നമ്മളിപ്പോൾ ഈ പറഞ്ഞ മാരുതി 800, ഓൾട്ടോ, പിന്നെ സാൻഡ്രോ പറയുന്നു. നാലാമതായിട്ട് നമുക്ക് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു വണ്ടി എന്ന് പറയുമ്പോൾ ആക്ച്വലി സെന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിച്ചൊരു വണ്ടിയായിരുന്നു. പക്ഷേ സെന്ന് നമ്മളിപ്പോൾ അധികം പറയുന്നില്ല, കാരണം സെന്ന് അവൈലബിലിറ്റി കുറഞ്ഞു. സെക്കൻഡ് ഹാൻഡ് സെന്നുകൾ എന്ന് പറഞ്ഞാൽ നല്ല വണ്ടികൾ നമുക്ക് കിട്ടാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ സെന്ന് ആക്ച്വലി നമുക്ക് നല്ലൊരു വണ്ടിയാണ്. സെന്ന് നോക്കുകയാണെങ്കിൽ ഞാൻ ഏറ്റവും പറയാം MPFI സെന്ന് മാത്രം നോക്കണം എന്നാണ് പറയുള്ളൂ. കാരണം ഒരു 13-14 മൈലേജ് കിട്ടും. പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ സ്കിഡിലാണ്. പവർ സ്റ്റിയറിംഗ് ഉള്ള വണ്ടിയാണെങ്കിൽ അത്രയും ഡ്രൈവിംഗ് കംഫർട്ട് ആയിരിക്കും. പക്ഷേ അങ്ങനെയുള്ള വണ്ടികൾക്ക് നല്ല മാർക്കറ്റ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് നമ്മൾ വിചാരിച്ച റേറ്റിലേക്ക് സെന്ന് കിട്ടണമെന്നില്ല. കാരണം നമ്മളൊരു 50 രൂപയ്ക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്ക് കിട്ടണമെങ്കിൽ ചിലപ്പോൾ നല്ല അത്യാവശ്യം തല്ലിപ്പൊളി സെന്നായിരിക്കും കിട്ടുക. അതെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഏത് പണിയാന്ന് അത്ര നേരം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനതുകൊണ്ട് സെന്ന് സജസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ സെന്ന് നല്ല വണ്ടിയാണ്. നല്ല വണ്ടി കിട്ടുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. നമ്മൾ വിചാരിച്ച് വിലയ്ക്ക് കിട്ടണം എന്നുള്ളതാണ് ഇവിടെ ഒരു പോയിന്റ് വരുന്നത്. പിന്നെ ഞാനിതിൽ ഡീസൽ കാറുകൾ ഞാനധികം പറയുന്നില്ല, കാരണം നമുക്ക് ഈ റേഞ്ചിൽ കിട്ടുന്ന വണ്ടിയാണ് ഇൻഡിക്ക ഞാൻ അത്രയും പ്രിഫർ ചെയ്യുന്നില്ല. ഇൻഡിക്ക നല്ല വണ്ടി തന്നെയാണ്. നമ്മൾ ഇൻഡിക്ക ഒരിക്കലും മോശമാണെന്ന് പറയില്ല, കാരണം നമ്മൾ എൻ്റെ ചാനലിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഇൻഡിക്കയും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇൻഡിക്ക നല്ല വണ്ടിയാണ്. പക്ഷേ ഇൻഡിക്ക നമ്മൾ ഫസ്റ്റ് ആയിട്ട് എടുക്കുന്ന ഒരാൾക്ക് ഡെയിലി ഡ്രിവൺ അല്ലെങ്കിൽ ഒരു ജസ്റ്റ് വീട്ടിൽ എടുത്തിടാൻ വേണ്ടി ഒരു വണ്ടി എടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻഡിക്ക സജസ്റ്റ് ചെയ്യില്ല. ഡെയിലി ഡ്രിവൺ എന്നുള്ളൊരു കാര്യം ഇൻഡിക്ക എന്താണെന്ന് അറിയുന്ന ഒരാളെ അടുത്ത് മാത്രമേ നമ്മൾ ഇൻഡിക്ക സജസ്റ്റ് ചെയ്യുള്ളൂ, കൊണ്ടുനടക്കാൻ പറ്റും. പക്ഷേ ഇൻഡിക്ക അറിയാത്ത ഒരാൾ, ഒരു കാറ് മതി എന്നുള്ളൊരു കൺസെപ്റ്റുള്ള ഒരാളെടുത്ത് നമ്മൾ ഇൻഡിക്ക അങ്ങനെ സജസ്റ്റ് ചെയ്യില്ല. നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഓർഡേഴ്സിൽ നാലാമത് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നൊരു വണ്ടി നാനോ ആണ് കേട്ടോ. നാനോ ഞാൻ നാലാമതാണ് അത് പറയുന്നത്. നാനോ അത് പറയാനൊരു കാരണമുണ്ട്. കാര്യം ഏറ്റവും കാശ് കുറയുന്ന വണ്ടി വന്ന വണ്ടിയാണ് നാനോ എന്നുണ്ടെങ്കിലും ക്വാളിറ്റി വൈസ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും മോശം തന്നെയാണ് നാനോ. കാരണം തുരുമ്പ്, ഒരു രക്ഷയില്ലാത്തൊരു തുരുമ്പാണ് നാനോയിൽ. ഞാൻ കണ്ടിട്ടുള്ള വണ്ടികളൊക്കെ ഇപ്പോൾ 2011 മോഡൽ നാനോയും 2011 മോഡൽ ഒരു ഓൾട്ടോയും വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ സെയിം ഒരുപോലെ തന്നെ യൂസ് ചെയ്ത വണ്ടിയാണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ മാർക്കറ്റ് പോലെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അത് മാത്രമല്ല വണ്ടിയുടെ ക്വാളിറ്റിയിലും വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടാവും. ഇപ്പം നമ്മൾ തന്നെ ഇവിടെ ഒരുപാട് വണ്ടികൾ കാണുന്നുണ്ട്. അപ്പോൾ അത് ഓണർ എങ്ങനെയൊക്കെ കൊണ്ടു നടക്കാൻ ശ്രമിച്ചാലും നാനോൻ്റെതായ കംപ്ലൈൻറ്റുകൾ വരുന്നുണ്ട്. പക്ഷേ നാനോ ഒരിക്കലും എഞ്ചിൻ ഞാൻ മോശമെന്ന് പറയില്ല. 624 cc എഞ്ചിനാണെങ്കിൽ പോലും ഒരു 800 തരുന്ന അത്ര പവർ ആ വണ്ടിക്ക് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. സോ നാനോ നമുക്കാണെന്നുണ്ടെങ്കിൽ ഒരു 35 രൂപ തൊട്ട് നാനോ കിട്ടാനുണ്ട്. നാനോ എടുക്കുകയാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത്, ഇപ്പോൾ നമ്മൾ ബഡ്ജറ്റ് ഒരു 60-65 രൂപയായ കാരണം കൊണ്ട് പവർ സ്റ്റിയറിംഗ് ഉള്ള നാനോ കിട്ടുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ. അല്ലെങ്കിൽ തന്നെ നാനോ LX എന്ന് പറഞ്ഞ മോഡലുണ്ട്. അതായത് പവർ വിൻഡോസ് വരും, സെൻട്രൽ ലോക്കിങ് വരും, അലോയ് വീലും വരുന്നുണ്ടായിരുന്നു ആ മോഡലിൽ. അങ്ങനെയുള്ള മോഡലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 65 രൂപ വരെയൊക്കെ കിട്ടും. അതല്ലെങ്കിൽ ഒരു 50 രൂപയ്ക്കൊക്കെ ആണെങ്കിലും LX CX മോഡലും കിട്ടും. AC ഉള്ള വണ്ടിയാണ്. ഹൈറ്റ് ഉണ്ട്. നാനോൻ്റെ ഏറ്റവും മെയിൻ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഉണ്ട് എന്നുള്ളതാണ്. ഹൈറ്റ് ഉണ്ട്, സ്പേഷ്യസ് ആണ്. ഇപ്പോൾ കൂടുതൽ നാനോകളും ടാക്സിക്കാർ എടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു മെയിൻ പർപ്പസ് ഹൈറ്റ് ഉണ്ട്, സ്പേഷ്യസ് ആണ്. പിന്നെ അത് മാത്രമല്ല ഒരു 20 കിലോമീറ്റർ മൈലേജ് കിട്ടും. 2 സിലിണ്ടർ എഞ്ചിനാണ്. നാനോൻ്റെ ഒരു മെയിൻ ഡ്രോബാക്ക് പലരും പറയുന്നത് സൗണ്ടാണ്. 2 സിലിണ്ടർ ആയതുകൊണ്ടാണ് ആ സൗണ്ട് വരുന്നത്. മാരുതി 800 വരുമ്പോൾ അത് 3 സിലിണ്ടറാണ്. പക്ഷേ 2 സിലിണ്ടർ ആയിട്ടും അത്യാവശ്യം നല്ല പവറുള്ള വണ്ടിയാണ്. പിന്നെ നാനോൻ്റെ ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ഒന്ന് തുരുമ്പാണ്. രണ്ടാമതൊരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ നാനോൻ്റെ ആക്ച്വലി 4 വീൽസിലും ഡ്രം ബ്രേക്കാണ് വരുന്നത്. ബ്രേക്കിങ് അത്ര എഫക്റ്റീവ് അല്ല. എഫക്റ്റീവ് ആണ്, പക്ഷേ ഹൈ സ്പീഡിൽ പോകുമ്പോൾ പെട്ടെന്ന് ചവിട്ടി നമുക്ക് കിട്ടിയെന്ന് വരില്ല. വണ്ടി പാളാനും ചിലപ്പോൾ വണ്ടി മഴയത്തൊക്കെ ആണെങ്കിൽ ലോക്ക് ആവാനും ചാൻസസ് ഉണ്ട്. അതല്ലാതെ നമുക്ക് നാനോയിൽ പറയത്തക്ക പ്രശ്നങ്ങളൊന്നും നമുക്ക് തോന്നിയിട്ടില്ല. പിന്നെ ബേസിക്കലി അറിയാമല്ലോ, ചെറിയൊരു വണ്ടിയാണ്. അത് എല്ലാ വണ്ടികളും അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മളിതൊന്നും കൊണ്ട് റേസിങ്ങിനല്ല പോകുന്നത്. ഈ ഒരു ബഡ്ജറ്റിലുള്ള വണ്ടിയൊക്കെ ആകുമ്പോൾ നമ്മുടെ ഒരു ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വണ്ടി വാങ്ങിച്ചിട്ട് നമുക്ക് ജസ്റ്റ് കുറച്ചാൾ കൊണ്ട് നടക്കണം എന്നുള്ളൊരിതാണ്. അപ്പോൾ അത്യാവശ്യം ഹൈറ്റിലൊക്കെ ഇരുന്ന് AC-യിലൊക്കെ പോകാൻ പറ്റിയ നല്ലൊരു വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നാനോ ചൂസ് ചെയ്യാം. നാനോ ഒരു ഓപ്ഷനാണ്. ഒരു 50-55 രൂപയ്ക്കൊക്കെ നല്ല വണ്ടികൾ നമുക്ക് കിട്ടാനുണ്ട്. പിന്നെ അതിന് നാനോയ്ക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ട്. നാനോ ആക്ച്വലി നമ്മൾ മറ്റു കാറുകൾ സർവീസ് ചെയ്യണ പോലെ ഈസി അല്ല. ബാക്കിലാണ് എഞ്ചിൻ വരുന്നത്. പിന്നെ അത് മാത്രമല്ല ബാക്കിൽ തന്നെയാണ് അതിൻ്റെ ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷനാണ് വരുന്നത്. അപ്പോൾ അതിൻ്റേതായ ചെറിയ ടയർ തേയ്മാനം കാര്യങ്ങളൊക്കെ അതിന് വരാറുണ്ട്. പക്ഷേ അതൊക്കെ നമുക്ക് പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി കംഫർട്ടായിട്ട് കൊണ്ടു നടക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇത്രയും വണ്ടികളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. 4 വണ്ടികളാണ് പറയുന്നത്. നിങ്ങളൊരു 50,000 അല്ലെങ്കിൽ 60,000 രൂപ വരെ ബഡ്ജറ്റിൽ വണ്ടി നോക്കുന്നവർ, അങ്ങനെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും അങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. ചിലപ്പോൾ യൂസ്ഫുൾ ആവും. ഞാൻ എല്ലാ വണ്ടികളും ഇപ്പം നമ്മൾ വണ്ടി വാങ്ങിച്ച് വിൽക്കുന്ന ഒരു പരിപാടിയല്ല, നമ്മൾ വണ്ടി വീഡിയോസ് ചെയ്യുന്നതാണ്. നമ്മളുടെ അടുത്ത് കസ്റ്റമേഴ്സ് പറയുന്നുണ്ട്, ഡീലേഴ്സ് പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ട വണ്ടികൾ, അവരുടെ കയ്യിലുള്ള വണ്ടികൾ നമ്മൾ പോയിട്ടൊരു റിവ്യൂ ചെയ്തിട്ട് നമ്മുടേതായ ഇൻസ്പെക്ഷൻ നടത്തിയിട്ട്
ഒരു വീഡിയോ ആണ് നമ്മൾ നമ്മുടെ ചാനലിൽ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും വണ്ടികൾ നോക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സജസ്റ്റ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ വണ്ടികൾ സജസ്റ്റ് ചെയ്തിട്ട് അവരോട് എടുത്തോളാനും പറയാം. മാർക്കറ്റ് പ്ലേസിൽ ഒരുപാട് വണ്ടികളുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ വീഡിയോയിൽ പറയാനുള്ളത്. മഴയൊക്കെയാണ്, അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. വീണ്ടും ഇതുപോലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ ബൈ.